വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇന്നലെയും ഇന്നുമായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ 17 കപ്പലുകളാണ് മുക്കിയത്. നേരത്തെ 9 നാവിക കപ്പലുകൾ മുക്കിയിരുന്നു എന്ന് മാത്രമല്ല 2000-ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ സർവ്വശക്തിയും ഉപയോഗിച്ച് ആക്രമിക്കുന്നുവെന്നാണ്. ഞങ്ങളുടെ പൈലറ്റുമാർ ആകാശത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഏതാണ്ട് 2000 സ്ഥലത്ത് അമേരിക്ക ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ആദ്യ ദിവസം തന്നെ 500 സൈനിക കേന്ദ്രങ്ങളാണ് അവർ ലക്ഷ്യമിട്ടത്. എന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അതുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ അവര് 4 ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിനെതിരെ US-ന്റെ സേനാ താവളങ്ങളിലേക്കൊക്കെ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് പഴയ മിസൈലുകളാണ് ഞങ്ങൾ അടിക്കുന്നത്, പുതിയത് ഇനിയും വരുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല ഇറാന്റെ ഒരുപാട് മിസൈലുകളും ഡ്രോണുകളും തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുന്നുണ്ട്. അതിനിടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത SKN മോജ്തബ ആയത്തുള്ള അലി ഖമനിയുടെ മകൻ പുതിയ സുപ്രീം നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. നമ്മൾ നേരത്തെ അതേക്കുറിച്ച് പറഞ്ഞിരുന്നതാണ്. പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖാമിനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ വികാരമാണ് ഇറാനിൽ ഉണ്ടായിരിക്കുന്നത്. അത് ആ അവസരം മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ അലി ഖാമിനായി ഇതിന് അനുകൂലമായിരുന്നില്ല. തനിക്ക് ഒരു പിൻഗാമി തൻ്റെ മക്കളിൽ നിന്ന് വരേണ്ട മറ്റുള്ളവർ തിരഞ്ഞെടുക്കട്ടെ. 88-അംഗ കൗൺസില് ചേർന്ന് അങ്ങനെ തിരഞ്ഞെടുത്തതായിട്ടാണ് വാർത്ത വരുന്നത്. പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ പിൻഗാമികളെ സ്വന്തം കുടുംബത്തിൽ നിന്ന് വരുന്നതിനെ എതിർക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആ തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നടത്തിയിരുന്നത്. അലി ലാറി ജാനിയുടെ പേരുകൾ പലരും പ്രൊജക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ഇതിന്റെ സെക്രട്ടറി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി കൂടിയാണ് മോജ്തബയെ നേതാവായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ SKN ഏറ്റവും വലിയ യുദ്ധം ഇറാന് പുറമെ നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിക്കുന്ന ഇസ്രായേൽ അങ്ങോട്ട് കടന്നു കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ അവിടെ ലെബനോനിൽ അവരുടെ കരസേന ആക്രമണം നടത്തി സ്ഥലം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു.